Hi everyone, this is me Casac Benjali. I am business coach, sales strategist and personal transformation expert. എല്ലാവർക്കും പുതിയൊരു വീഡിയോ വ്ലോഗിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കസ്റ്റമറുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അയാളുടെ നീഡ് ഐഡൻറ്റിഫൈ ചെയ്യാം, അയാളുടെ റിയൽ പ്രോബ്ലം എന്താണ്, അതെങ്ങനെയാണ് സാധിക്കുക എന്നതിനെക്കുറിച്ച് അതിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന 3 ചോദ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു കസ്റ്റമറുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ 3 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കസ്റ്റമറുടെ നീഡ് മനസ്സിലാക്കാൻ പറ്റും. നീഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വാല്യൂ ക്രിയേറ്റ് കഴിഞ്ഞാൽ ഈസിയാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. സോ സെയിൽസ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സയൻറ്റിഫിക് ആയിട്ട് പഠിച്ച് ചെയ്യുന്നതാണ്. ചുമ്മാ നമ്മൾ വായിട്ടലക്കുക, എന്തെങ്കിലുമൊക്കെ പറയുക എന്നതല്ല. സെയിൽസിന് കറക്റ്റായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട്. ഒരു യഥാർത്ഥ സെയിൽസ്മാൻ അതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ സിംഗിൾ വേർഡും കറക്റ്റായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് സെയിൽസൊക്കെ ആഴത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഒരു സർട്ടിഫൈഡ് 6 month ഡ്യൂറേഷനുള്ള $1 million സെയിൽസ്മാൻ എന്ന് പറയുന്ന ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള സർട്ടിഫൈഡ് കോഴ്സ് ഉണ്ട്. യു ക്യാൻ ബി പാർട്ട് ഓഫ് ഇറ്റ്. ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വിൽക്കാനും ജോലി കിട്ടാനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് $1 million സെയിൽസ്മാൻ എന്ന് പറയുന്ന സർട്ടിഫൈഡ് സെയിൽസ് പ്രോഗ്രാം. ഒരു കസ്റ്റമറുമായിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങളൊരു പ്രോബ്ലത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡൻറ്റിലാണ്. ആ സമയത്ത് നിങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങി അയാൾ 1-2 വാക്ക് പറഞ്ഞിട്ട് അതങ്ങനെ അവസാനിപ്പിച്ചു. അയാളുടെ പേഴ്സണൽ ലൈഫിലാവാം, ബിസിനസ് ലൈഫിലാകാം, അയാൾക്കുണ്ടായിരുന്ന എന്തോ ഒരു പെയിൻ ആവാം. അത് അയാൾ 1-2 മിനിറ്റ് അല്ലെങ്കിൽ 2 സെക്കൻഡ് 2 വാക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചാൽ നമുക്കതിനകത്ത് ഒന്നും ചെയ്യാനില്ല, ഒന്നും കിട്ടാനുമില്ല. കാരണം ആ പ്രോബ്ലത്തിൽ നമുക്കുള്ള സെല്ലിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അയാളുടെ പ്രോബ്ലത്തെ അയാളെ കൊണ്ട് തന്നെ കൂടുതൽ പുറത്തെടുപ്പിക്കുന്നിടത്താണ് നമുക്ക് നീഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അവിടെ നിങ്ങൾ പറയേണ്ട വാക്കാണ്, അതൊന്നുകൂടെ എനിക്ക് വേണ്ടിയിട്ടൊന്ന് തുറന്ന് പറയാമോ മലയാളത്തിൽ, അല്ലെങ്കിൽ can you please unpack that for me എന്ന് ഇംഗ്ലീഷിൽ പറയാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് അതൊന്നും കൂടെ ഒന്ന് തുറന്ന് പറയാമോ. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോസ്പെക്റ്റിന് ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആൾ നിങ്ങൾ തന്നെയാണ്. അയാളുടെ പേര്, അയാളുടെ രീതി, പെരുമാറ്റം, ഇത് പറഞ്ഞാൽ ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. അത് സാധ്യത ഉണ്ട് എങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാളത് കൂടുതൽ പറയും. ആ പ്രശ്നത്തിലേക്ക് അയാളെ കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കുക എന്നതാണ് നമ്മളുടെ ഇവിടുത്തെ ഉത്തരവാദിത്വം. കാരണം അത് അയാളുടെ പ്രോബ്ലമാണ്. അത് അയാളുടെ ജീവിതത്തിലോ ബിസിനസ്സിലോ നടന്ന നഷ്ടത്തിൻ്റെ കഥയോ അല്ലെങ്കിൽ വേദനിപ്പിച്ചതോ ആയിരിക്കാം. അവിടെ നിന്നാണ് നമുക്ക് അയാളുടെ നീഡ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ ആ പ്രോബ്ലത്തിൽ അയാളെ കൂടുതൽ സമയം പിടിച്ചിരുത്താൻ പറ്റണം. ഇമോഷണലി ആ പ്രോബ്ലത്തിലേക്ക് അയാളെ കൊണ്ടുപോകണം. അപ്പോഴാണ് നമുക്കതിലൂടെ ഒരു നീഡ് ക്രിയേറ്റ് ചെയ്യാനും പെയിന് ക്രിയേറ്റ് ചെയ്യാനും വാല്യൂ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ആൻഡ് നമ്പർ 2, അദ്ദേഹം ആ പ്രോബ്ലത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാം. അത് ഏകദേശം പറഞ്ഞയാൾ അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ആ ഒരു പ്രശ്നം ഉണ്ടായത് ഇപ്പോൾ ബിസിനസ്സിൽ വല്ല നഷ്ടമോ പേഴ്സണലായിട്ടുള്ള ഫിനാൻഷ്യലി ബാധിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കാം, ആ ഒരു പ്രശ്നം കാരണം ശരിക്കും എത്ര നഷ്ടമുണ്ടായി, എത്രയാണ് നിങ്ങൾക്ക് നഷ്ടമുണ്ടായി, എത്ര കാലം ആ നഷ്ടം നികത്താൻ എടുത്തു, അല്ലെങ്കിൽ എത്ര കാലം അതിൻ്റെ വേദന അനുഭവിക്കേണ്ടി വന്നു. ഇനി അതല്ല ഒരു പേഴ്സണൽ കാലമാണെങ്കിൽ എത്ര കാലം അത് നിന്നെ ബാധിച്ചു, ആ പ്രശ്നം ഏത് രീതിയിൽ നിന്നെ ബാധിച്ചു, എത്രമാത്രം നിന്നെ ബാധിച്ചിരുന്നു. ആ ചോദ്യം വീണ്ടും നമ്മൾ അയാൾ ആ പ്രോബ്ലത്തിൽ പിടിച്ചിരുത്താനും ആ പ്രോബ്ലത്തിൻ്റെ ഡീപ്പായിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുപോകാനും അതിൻ്റെ ഇമോഷണൽ കോൺസിക്വൻസസിലേക്ക് നമ്മൾ അയാളെ ഗൈഡ് ചെയ്യണം. തീർച്ചയായിട്ടും അയാൾ അതിലേക്ക് പോകുമ്പോൾ അയാൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, അയാൾ അനുഭവിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടുതലായിട്ട് പറയും. അവിടെ വളരെ ഈസി ആയിട്ട് നമ്മൾ അവിടെ പെയിൻ ക്രിയേറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും അവിടെ അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. ഇനി നമ്പർ 3, മൂന്നാമത് ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം ഈ ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രാറ്റജിയാണ്. സെയിൽസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ ഡയലോഗ് കറക്റ്റായിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കും. അതുകൊണ്ട് തന്നെ മൂന്നാമത് ചോദിക്കേണ്ട ചോദ്യം നിങ്ങളിതാണ്, എപ്പോഴെങ്കിലും ആലോചിച്ചോ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്? അവിടെയാണ് നമ്മുടെ സെല്ലിംഗ് പോയിന്റ് കിടക്കുന്നത്. എപ്പോഴെങ്കിലും ആലോചിച്ചോ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം സംഭവിച്ചതെന്ന്? യെസ്, ദർ വിൽ ബി എ റീസൺ ഫോർ ദാറ്റ്.
എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. ഇപ്പോൾ ബിസിനസ്സിൽ നഷ്ടപ്പെടാൻ കാരണം ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, എക്യുപ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, നല്ല ടീം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, നല്ല ട്രെയിനിങ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം, ഇനി പേഴ്സണൽ ലൈഫിൽ കറക്റ്റായിട്ടുള്ള ഇൻഷുറൻസ് പോളിസി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ഒരു ആക്സിഡൻറ്റ് വന്നു അതിൻ്റെ ബുദ്ധിമുട്ടിൽ കടന്നുപോയി, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. സോ എന്താണ് ആ പ്രോബ്ലം? അവിടെ ഇനി അത് പുള്ളിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പുള്ളിക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം, അതാണ്, അത് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്. എന്നിട്ട് നിങ്ങൾ പറയണം, നീ അന്ന് ആ കറക്റ്റ് സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. അവിടെ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കണ്ടേ? ഇല്ല. ഈ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? ഇല്ല. ഇപ്പം മനസ്സിലായില്ല ശരിക്കും എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ഉണ്ടായത്. എൻ്റെ കയ്യിൽ അതിന് പറ്റുന്നൊരു സൊല്യൂഷൻ ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി ഒരിക്കലും ഈ ഒരു പ്രോബ്ലം, ഈ ഒരു വേദനയും നിനക്ക് ഉണ്ടാകേണ്ടി വരില്ല. എന്നിട്ട് ഒരു ചോദ്യം കൂടെ നമ്മൾ ചോദിക്കുന്നു, നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇനി ഒരിക്കൽ കൂടി ഈ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? നിനക്ക് താങ്ങാൻ പറ്റുമോ? അവിടെ നമ്മൾ ക്ലോസിംഗ് ആണ്. ഇല്ല, ഇനിയൊന്നും താങ്ങാൻ പറ്റില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെറിയൊരു എമൗണ്ട്, ചെറിയൊരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ അത്ര വലിയൊരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. അത് ബാക്കിയുള്ളത് പിന്നീട് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ക്ലോസ് ചെയ്യുക. സോ ഈ ഒരു 3-4 ചോദ്യങ്ങളിലൂടെ നിങ്ങളുടെ പ്രോസ്പെക്റ്റിന് ഒരു പ്രോബ്ലം നെറേറ്റ് ചെയ്യുന്നതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ക്ലോസിങ്ങിലേക്ക് ഗൈഡ് ചെയ്യാൻ പറ്റണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇനി ആവശ്യമുണ്ട്. മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ കസാക് ബെഞ്ചാലി, ബിസിനസ് കോച്ച്, സെയിൽസ് സ്ട്രാറ്റജീസ്, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെർട്ട്.